വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്കവിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിൽ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനും പുറത്തു വരും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. ഈ വചന പ്രഘോഷണം മെയ് മാസം 5-ാം തീയതി ഞായറാഴ്ച നടത്താനുള്ളതാണ്. ഈ വചന പ്രഘോഷണത്തില്, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തില് 6 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി സംസാരിക്കുകയാണ്. ഒന്ന്, ഈ വചനത്തിന് ഒരു ആമുഖമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ബേത്സയിദ കുളക്കരയിൽ കിടക്കുന്ന രോഗിയുടെ സൗഖ്യം. ഈ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികളും മറ്റുള്ളവരും യേശുവിനെ വിമർശിക്കാനും വധിക്കാൻ വേണ്ടുന്ന ആലോചനകളും നടത്തുകയുമാണ്. തുടർന്ന് വരുന്നത് യേശുവിൻ്റെ പ്രബോധനമാണ്. ഈ പ്രബോധനത്തില് 4 കാര്യങ്ങളുണ്ട്. രണ്ടാമത്തേത്, ഇവിടെ വചനത്തില് പറയുകയാണ്, ട്രൂലി ട്രൂലി ഐ ടെൽ യു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 25 പ്രാവശ്യം പറയുന്നതാണ് ട്രൂലി ട്രൂലി ഐ ടെൽ യു. ചില ട്രാൻസ്ലേഷനുകളിൽ വേർലി വേർലി ഐ ടെൽ യു. യോഹന്നാൻ സുവിശേഷകൻ ഈ സുവിശേഷം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണെന്ന് നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷകൻ പറയുകയാണ്, ആമേൻ ആമേൻ ലെഗെ ഹേമേൻ. ആമേൻ ആമേൻ എന്നാണ് ഗ്രീക്കില് ആമേൻ ആമേൻ
ലേഗെ ഹേമേൻ എന്നാണ് പറയുന്നത്. ആമേൻ ആമേൻ അമർലാഖോൻ സുറിയാനിയിൽ പറയുന്നത് അങ്ങനെയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 25 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെങ്ങനെ പറയുന്നുണ്ട്. 3 അവർ ഈസ് കമ്മിങ്, സമയം വരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ സമയം അവതരിപ്പിക്കുന്നത് വളരെ ശക്തമായിട്ടാണ്. സമയത്തെ 2 തരത്തിലുണ്ട്, കൈറോസ് ആൻഡ് ക്രോണോസ്. കൈറോസ് ദൈവിക സമയമാണ്, ക്രോണോസ് നമ്മുടെ സമയമാണ്, ക്രോണോളജിക്കൽ ഏജ്. 4-മത്തേത് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു, പുത്രനും അറിയുന്നു. 5 ട്രൂലി ട്രൂലി ഐ സേ ടു യു, നിത്യജീവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിത്യജീവൻ. 6 മൂന്നാമതും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, ട്രൂലി ട്രൂലി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വന്നിരിക്കുന്നു, അത് ഇപ്പോഴാണ്. ഇത്രയും ഭാഗം കഴിഞ്ഞ ശേഷം ഒരു ചെറിയ പ്രാർത്ഥന നമ്മൾ ചൊല്ലി ഈ വചന പ്രഘോഷണം അവസാനിപ്പിക്കും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വചന പ്രഘോഷണം വളരെയധികം ആളുകൾ കാണുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഈ പ്രഘോഷണം പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. അങ്ങനെ ദൈവവചനം വളരും. സ്നേഹമുള്ള വൈദികരെ, ഞാൻ പറഞ്ഞ ആ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും 1, 2, 3 നിങ്ങൾക്കെടുത്ത് ഒരു നല്ല വചന പ്രഘോഷണം ഹൃദയത്തിൻ്റെ വയലിൽ നിന്ന് നിങ്ങൾക്ക് വിളമ്പാൻ സാധിക്കും. ഈ വചന പ്രഘോഷണത്തിൻ്റെ ആമുഖം ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പറയുന്ന ഒരു സംഭവമാണ് ബേത്സയിദ കുളക്കരയിലെ രോഗിയുടെ സൗഖ്യം. ആ രോഗി 38 വർഷമായിട്ട് ആ കുളക്കരയിൽ കിടക്കുകയാണ്. വെള്ളം ഇളകുമ്പോൾ ആരും തന്നെ ഇറക്കാനില്ല. അവന്റെ അരികിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത രോഗികളുടെ അരികിലേക്ക് യേശു വരികയാണ്. തളർന്നു കിടക്കുന്ന വ്യക്തികളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. ദുഃഖം കൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് യേശു വരികയാണ്. യേശു ഈ രോഗിയോട് ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? യേശുവിനോട് ആ വ്യക്തി പറയുക, വെള്ളം ഇളകുമ്പോൾ ആരും എന്നെ ഇറക്കാനില്ല. ആരും ഇറക്കാനില്ലാതെ കഴിയുന്ന, ആരും നോക്കാനില്ലാതെ കഴിയുന്ന, ബുദ്ധിമുട്ടി കഴിയുന്ന ആ വ്യക്തിയുടെ അരികിലേക്ക് യേശു കടന്നു വരികയാണ്. അവനോട് ആ സാബത്ത് ദിവസം യേശു അരുളി ചെയ്യുകയാണ്, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോവുക. തൽക്ഷണം അവൻ സൗഖ്യം പ്രാപിച്ചു പോയി. ബൈബിളിലെ ഏതു തരത്തിലുള്ള രോഗമാണ് എന്ന് പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 4-ാമത്തെ വചനവും പറയുകയാണ്, കുരുടരും മുടന്തരുമായ അനേകം രോഗികൾ അവിടെ കിടന്നിരുന്നു. എന്നാൽ ഇവൻ 38 വർഷമായിട്ട് കിടക്കുക, വളരെ വലിയൊരു സമയം രോഗിയായി കിടക്കുകയാണ് ഒരു കിണറ്റിന്റെ കരയിൽ. ഒരുപക്ഷേ ഭവനത്തിലായിരിക്കും കിടക്കുന്നത്, ഒരുപക്ഷേ ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രായം ചെന്നവരെ, രോഗികളെ നോക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ യേശു ആ വ്യക്തിക്ക് സൗഖ്യം നൽകുകയാണ്. ആ വ്യക്തിയുടെ പേര് നമുക്കറിയില്ല, ആ വ്യക്തിയുടെ മാതാപിതാക്കന്മാരെ നമുക്കറിയില്ല,
ആ വ്യക്തിക്ക് എന്ത് രോഗമുണ്ടെന്ന് നമുക്കറിയില്ല. ബൈബിളിൽ അതൊന്നും പറയുന്നില്ല. 38 വർഷമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആളുകളെ ഈ വ്യക്തിയെ തളർവാദ രോഗിയാക്കി മാറ്റിയിരിക്കുകയാണ്. വചനത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇവന് എന്ത് രോഗമാണ്, എന്തെങ്കിലും രോഗമാകട്ടെ. യേശുവിന്റെ കാലത്ത് എയ്ഡ്സ് എന്ന് പറയുന്ന HIV എന്ന് പറയുന്ന രോഗമില്ല. എന്നാൽ ഇന്നുണ്ട്. ഒരിക്കല് HIV ബാധിച്ച ഒരു സഹോദരി ധ്യാന കേന്ദ്രത്തിലേക്ക് വരികയാണ്. എനിക്ക് അപകടമൊക്കെ പറ്റി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മുണ്ടുമുടുത്ത് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ധ്യാന കേന്ദ്രത്തിന്റെ വരാന്തയിൽ. അപ്പോൾ ഈ രോഗം ബാധിച്ച ആ വ്യക്തി കടന്നു വന്ന് എൻ്റെ മുട്ടിന്റെ മുമ്പില് മുട്ടുകുത്തിയിട്ട് കൈകൾ കൂട്ടി പിടിച്ച് പറയുക, അച്ഛാ, ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആ വ്യക്തി സൗഖ്യപ്പെടുകയാണ്. പിന്നീട് കൊല്ലം സൈഡിലുള്ള ഒരു മനോഹരമായ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി വന്നിരിക്കുകയാണ്. ആ സൗഖ്യപ്പെട്ട അനുഭവം ഇന്നും ആ സഹോദരി കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, അനുദിനം പണി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരസ്പർശനം ലഭിച്ചു. അങ്ങനെ സാപത്തിൽ രോഗശാന്തി ലഭിച്ച ഈ മനുഷ്യന് കൊടുത്തത് യേശുവാണെന്ന് അറിയുമ്പോൾ ഈ വ്യക്തി രോഗം സൗഖ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് സാപത്ത് ദിവസമാണ്. കിടക്കയും എടുത്തുകൊണ്ട് നടന്നു പോകുവാൻ യേശു പറഞ്ഞതും സാപത്ത് ദിവസമാണ്. സാപത്ത് ലംഘിച്ചു. അതുകൊണ്ട് യേശുവിനെ വിമർശിക്കുകയാണ്. യേശുവിനെ കൊല്ലുവാൻ ആലോചന പദ്ധതികൾ നടക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഒടുക്കം എഴുതിയത് യോഹന്നാന്റെ സുവിശേഷമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോൾ ക്രൈസ്തവ സഭ, ക്രിസ്ത്യാനികള് പല സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് AD 95 ഈ സുവിശേഷം എഴുതിയത്. മനോഹരമായ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 19 മുതൽ 29 വരെയുള്ള വചനങ്ങളിൽ ഒന്നാമത് നമ്മൾ കാണുന്നത്, ട്രൂലി ട്രൂലി ഐ സേ ടു യു, ആമേൻ ആമേൻ ഐ ടെൽ ടു യു, വെർലി വെർലി ഐ ടെൽ യു. ഗ്രീക്കില് ആമേൻ ആമേൻ ലേഗെ ഹോമോൻ, സുറിയാനി ഭാഷയില് ആമേൻ ആമേൻ അമർ ലാഖോൻ. യോഹന്നാന്റെ സുവിശേഷത്തില് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറയുന്നത് 25 പ്രാവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് യേശു പറയുകയാണ്, സത്യം സത്യമായി, ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? പറയാൻ പോകുന്ന കാര്യങ്ങള് വളരെ ശക്തമായ കാര്യങ്ങളാണ്, വളരെ കാര്യപ്പെട്ട കാര്യങ്ങളാണ്, അതിന് ശക്തമായ പവർ ഉള്ളതാണ്. അത് വളരെയധികം എംഫസൈസ് ചെയ്ത് കേൾക്കേണ്ടതാണ്, ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. അങ്ങനെ 25 പ്രാവശ്യം പറയുന്നതില് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം മുതൽ 29 വരെയുള്ള വചനങ്ങളില് 3 പ്രാവശ്യമാണ് പറയുന്നത് ആമേൻ ആമേൻ, ട്രൂലി ട്രൂലി ഐ ടെൽ യു. ആ വചനം യേശുവിൻ്റെതാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാം, കരസ്ഥമാക്കാം, ദൈവവചനത്തില് ആഴമായി വളരാം. മൂന്നാമത്തേത്, the hour is coming, സമയം വരുന്നു. യോഹന്നാന്റെ സുവിശേഷം സമയത്തെ അവതരിപ്പിക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ സമയത്തെ അവതരിപ്പിക്കാൻ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ക്രോണോസ് ആൻഡ് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിനൊരു സമയമുണ്ട്, അതിങ്ങനെ മുറിച്ച് മാറ്റാൻ പറ്റാം. ദ ഹോൾ മുഴുവനുമായിട്ടുള്ളതാണ് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സമയമാണ്.
ക്രോണോളജി ഓരോ ദിവസവും എഴുതുന്ന ക്രോണിക്കൽ. എൻ്റെ ക്രോണോളജി 63 വയസ്സാണ്. ഞാൻ 63 വർഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് കൈറോസ് എന്ന് പറയുന്ന ആ വാക്ക് വളരെയധികം പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24, മൈ ഹവർ ഹാസ് നോട്ട് യെറ്റ് കം, എന്റെ സമയം ആയിട്ടില്ല. കാനായിലെ കല്യാണ വിരുന്നില് യേശു ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. മറിയം അവിടെ നേരത്തെ എത്തിയിരിക്കുകയാണ്. മറിയം അവിടെ ചുറ്റിത്തിരിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, അവിടെയുള്ള ആ 5 കൽഭരണികളില് വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. അമ്മയ്ക്കറിയാം തന്റെ പുത്രനോടൊന്ന് പറഞ്ഞാല് ആ കാലിയായ ഭരണികളില് വീഞ്ഞു നിറയുമെന്ന്. ചെന്ന് പുത്രനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. അപ്പോഴാണ് യേശു പറയുന്നത്, എന്റെ സമയമായിട്ടില്ല. ദൈവത്തിന്റെ ടൈം, കൈറോസായ സമയം ആയിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ സമയത്തിലേക്ക് യേശു ഒന്ന് കടന്നു ചെല്ലണമെന്നാണ് പരിശുദ്ധ മറിയം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, ആ കാലിയായിട്ടുള്ള ഭരണികളില് നിങ്ങൾ വെള്ളം നിറയ്ക്കുക. അവരുടെ സമയമാണ് വെള്ളം നിറയ്ക്കുക എന്നുള്ളത്. യേശുവിന്റെ സമയമാണ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. ആ യേശുവിന്റെ സമയത്ത് ആ കാര്യങ്ങളെല്ലാം നടക്കും. ഒന്നാമത്തേത് സമയം എന്ന് പറയുന്നത് ഇവിടെയാണ്, കാനായിലെ കല്യാണ വിരുന്നിലാണ്. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം സമറിയക്കാരിയുമായിട്ടുള്ള സംസാരത്തില് 4-ാം അധ്യായം 21-ാം വചനമാണത്. യേശു ആ സ്ത്രീയോട് വെള്ളം ചോദിക്കുകയാണ്. മനുഷ്യന്റെ സമയത്താണ് വെള്ളം ചോദിക്കുന്നത്. അപ്പോൾ അവള് വെള്ളം കൊടുക്കുന്നില്ല. നീ യഹൂദനായിരിക്കെ എന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് എന്ത്? ആ ദൈവത്തിന്റെ സമയത്തിലേക്ക് കടന്നു വരുവാൻ ഈ സമറിയക്കാരിയെ ഒരുക്കുന്ന ദൈവമാണ്. ഒരുക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് അവൾ നിൽക്കുന്നത്. ഒരുക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഈ നിമിഷം നിങ്ങൾ ആയിരിക്കുന്നത്. ഒരുക്കുന്ന ദൈവം നിങ്ങളെ ഏറ്റെടുക്കുന്നു, നിങ്ങളുടെ കാര്യത്തെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. അവിടെ യേശു പറയുകയാണ് 4-ാം അധ്യായം 21, ഈ മലയിലോ ജെറൂസലമിലോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്ന ഒരു സമയം വരുന്നു. ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ സമറിയക്കാരി സ്ത്രീയെ ആരാധനയിലേക്ക്, ആ ആരാധനയുടെ സമയത്തിലേക്ക് യേശു കൊണ്ടുപോവുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ ആ സമയത്തിൽ ആരാധനയിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത്. 4-ാമത് ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ദൈവത്തിന്റെ സമയത്തിലേക്ക് എസ്കറ്റോളജിക്കൽ കൺസിഡറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലേക്ക് സർവ മനുഷ്യരും കടന്നു വരണമെന്നാണ് സുവിശേഷകൻ ആഗ്രഹിക്കുന്നത്. 5 യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാം വചനം കൂടാര തിരുനാളാണ്. തിരുനാൾ ദിവസം യേശു ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിന്റെ അരുവികൾ അവനിൽ നിറയും. ജെറുസലേം ദേവാലയത്തില് യേശു ജനത്തെ പഠിപ്പിച്ചപ്പോൾ, അവിടെ വന്ന രോഗികളെ സൗഖ്യപ്പെടുത്തിയപ്പോൾ ഫരിസേയരും നിയമജ്ഞരും യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചു. അടുത്ത വചനത്തിൽ പറയാം, അവന്റെ സമയമായിട്ടില്ല. അവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള സമയമായിട്ടില്ല. അവനെ കുരിശുമരണത്തിൽ വിധിക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. അവന്റെ ഉദ്ധാനത്തിനുള്ള സമയമായിട്ടില്ല. അപ്പൊ സമയമായിട്ടില്ല എന്ന ഈ വചനം കേൾക്കുന്ന ക്യാൻസർ രോഗികളെ, ഒരുപക്ഷെ ഈ നിമിഷം നിങ്ങളെ സുഖപ്പെടുത്താൻ ദൈവത്തിന് സാധ്യമല്ലെങ്കിലും ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഞാൻ ധ്യാനം നടത്തുമ്പോൾ, ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്തുമ്പോൾ, ഇടവകകളിൽ ധ്യാനം നടത്തുമ്പോൾ
നൂറുകണക്കിന് ആളുകളുടെ രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. ദൈവം നൽകുന്ന ഒരു കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആണ്. പ്രാർത്ഥനയിലൂടെ കിട്ടുന്നതാണ്, ദൈവത്തിന്റെ ദാനമായി കിട്ടുന്നതാണ്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ പറയുന്ന ഇത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ്. വചനം പറയാൻ മാത്രമായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്നതാണ്. ഇവിടെ നിന്നും രണ്ടാമത്തെ വീട്, അവിടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയുടെ ബ്രസ്റ്റിന് ക്യാൻസറായി വന്നു. വെള്ളിയാഴ്ച വരുന്നു, ശനി ഞായർ തിങ്കളാഴ്ച എറണാകുളത്തെ വലിയൊരു ആശുപത്രിയിൽ ചെന്നു. അവളുടെ ശരീരം മുഴുവനും പരിശോധിച്ചിട്ടും ക്യാൻസറിന്റെ ഒരു രോഗവുമില്ല. അവളുടെ സമയം കർത്താവിന്റെ സമയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ 3 പേർ ഒരുമിച്ച്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടാര തിരുനാളിൽ യേശു ഉദ്ഘോഷിച്ചില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ആരുടെയെങ്കിലും രോഗം മാറണമെങ്കിൽ, സ്തുതിപ്പിലേക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ വചനങ്ങള്, ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ സ്പർശനങ്ങൾ ലഭിച്ച് സൗഖ്യപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ആ സഹോദരി ഇന്നലെയും ഞാൻ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. അവൾ സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. നന്ദിയായിട്ട് അവൾ ദേവാലയങ്ങളിൽ പോകുന്നു, വ്യക്തികളോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുഷ്ഠരോഗികൾ സൗഖ്യപ്പെടും. ദൈവത്തിന്റെ സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ കടബാധ്യതകൾ മാറുവാനുള്ള വഴികൾ ദൈവം കാണിച്ചു തരും. കടം എത്രയെങ്കിലും ആകട്ടെ. ഞാനൊരു കൊച്ചു സംഭവം ഓർക്കുകയാണ്. ഞാൻ എലഞ്ഞി പള്ളിയിൽ കുർബാന ചെല്ലുമ്പോൾ, അവിടെ കുർബാന ചൊല്ലി കഴിഞ്ഞ് ഞാൻ ഉടുപ്പൂരുന്ന അവസരത്തില് ഒരു സഹോദരി എന്നെ വിളിച്ചു. എന്താണ്? റാണി എന്ന ആ സഹോദരിയുടെ പേര്. ആ സഹോദരി പറഞ്ഞു, എന്റെ വീട് ജപ്തി ചെയ്യാൻ എല്ലാവരും വന്നു. രാവിലെ തന്നെ വന്ന് വീടിന്റെ ഉള്ളിൽ പോലീസും മറ്റുള്ള എല്ലാവരും കയറി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത് 46-ാം സങ്കീർത്തനം 1-ാം വചനം, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണെന്ന്. സഹോദരി, നീ 9 പ്രാവശ്യം നീ എന്നും പ്രാർത്ഥിക്കുന്ന ആ മുറിയിൽ ഇരുന്നു കൊണ്ട് യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട്, തിരുക്കുടുംബത്തിന്റെ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ വായിക്കുക, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാണ്. അവളുടെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തില്, വാർന്നൊഴുകുന്ന ചുടു കണ്ണുനീരിന്റെ മുമ്പില്, ആ വീടിൽ നിന്നും വീടിന്റെ ഉള്ളിൽ കയറിയ മനുഷ്യര് മുഴുവനും, പോലീസ് ഇറങ്ങി, ജഡ്ജിമാർ ഇറങ്ങി, ആശാരി ഇറങ്ങി, സർവരും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ഒരു അയൽവക്കക്കാരൻ വന്ന് 18 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. വേറൊരാൾ 18 ലക്ഷം രൂപ ഇട്ടുകൊടുത്തു. സ്വന്തം സഹോദരൻ ഒരു 4 ലക്ഷം രൂപ ഇട്ടുകൊടുത്തു. ജപ്തി ആ ഒരു നിമിഷം കൊണ്ട് മാറി. ഇപ്പോൾ ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിലും ദൈവം ഇടപെടുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട. ദൈവം നിങ്ങളുടെ കടങ്ങള്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകള്, നിങ്ങളുടെ രോഗങ്ങള്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകള് കർത്താവ് എടുത്തു മാറ്റും. അതാണ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞൊക്കെ നമ്മളൊക്കെ സ്തുതിക്കുമ്പോൾ കാണുന്നത്. മക്കളെ, ദൈവത്തിന്റെ തിരുമുമ്പില് ഹൃദയം പൊട്ടി സ്തുതിക്കുമ്പോൾ, ദൈവത്തിന്റെ മുമ്പില് ചുടുകണ്ണീരൊഴുകി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും. കാനാൻകാരിയുടെ ആ മകളുടെ സൗഖ്യത്തിൽ ഒരു വചനമുണ്ട്, കർത്താവെ സഹായിക്കണമേ. വൈദികർക്കും മെത്രാന്മാർക്കും ധ്യാനം നടത്തുമ്പോൾ ആ അച്ഛനോട് പറഞ്ഞ, അച്ഛന്റെ സ്വന്തം സഹോദരി ക്യാൻസർ പിടിച്ച അച്ഛൻ കുർബാനയ്ക്ക് ശേഷം കുർബാനയ്ക്ക് വായിക്കേണ്ട വചനം കാനാൻകാരിയുടേതാണ്. ആ വചനമോ അച്ഛൻ വായിക്കുക. അവിടെ ഒന്നാമത്തെ അവളുടെ പ്രാർത്ഥനയുണ്ട്, സൺ ഓഫ് ഡേവിഡ് ഹാവ് മെർസി ഓൺ മീ, മൈ ഡോട്ടർ ഈസ് ടോർമെന്റഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. രണ്ടാമത്തെ വചനമാണ്, കർത്താവെ സഹായിക്കണമേ. ആ വൈദികനോട് പറഞ്ഞു, അച്ഛൻ 1000 പ്രാവശ്യം ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കർത്താവെ സഹായിക്കണമേ, യേശുവെ സഹായിക്കണമേ എന്ന് പറയുക. മൂന്നാമത്തെ വചനം, ബലിപീഠത്തിൽ നിന്നും വീഴുന്ന ചെറു കഷ്ണങ്ങൾ തിന്ന് നായ്ക്കൾ ജീവിക്കുന്നില്ലേ? വിശുദ്ധ ബലിയുടെ അൾത്താരയിൽ നിന്നും വീഴുന്ന ചെറിയൊരു ഓസ്തി കൊണ്ട്, പരിശുദ്ധ ശരീരം കൊണ്ട് എത്രയോ മക്കളാണ് സൗഖ്യപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സമയത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് ഈശോ, ട്രൂലി ട്രൂലി ഐ ടെൽ ടു യു, സമയത്തിലേക്ക് കടന്നു വരിക.
നാലാമത്തേത് സമയത്തെക്കുറിച്ച് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാം വചനമാണ്. The hour has come for the hour has come for the Son of Man to be glorified. സമയം വന്നിരിക്കുന്നു ദൈവപുത്രനെ മഹത്വപ്പെടുത്തുവാൻ സമയമായിരിക്കുന്നു. ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. അന്ത്രയോസ് പോയി പീലിപ്പോസിനോട് പറയുന്നു. പീലിപ്പോസും അന്ത്രയോസും കൂടി യേശുവിനെ സമീപിച്ചു പറഞ്ഞു, ഗ്രീക്കുകാർക്ക് കാണണം. ഈ അവസരത്തിലാണ് പറയുന്നത്, യേശുവിനെ കാണണമെന്നുള്ള തൃഷ്ണ മുറ്റി നിൽക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, ദൈവപുത്രൻ മഹത്വപ്പെടുവാൻ സമയമായിരിക്കുന്നു. അതാ സമയം വന്നിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയം എന്ന് പറയുന്നത് യേശുവിന്റെ പീഡാനുഭവമാണ്, യേശുവിന്റെ കുരിശുമരണമാണ്, യേശുവിനെ അടക്കുന്നതാണ്, യേശുവിന്റെ ഉയർപ്പാണ്. അവിടെ മഹത്വപ്പെടും. അപ്പോൾ എല്ലാവരും ദൈവത്തെ അറിയും, യേശുവിനെ അറിയും. സർവ്വവ്യാപിയായി തീരുന്ന യേശുവിന്റെ ആ അനുഭവത്തെ കുറിച്ചാണ് ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു. The time is come. The Son of Man has to be glorified. അഞ്ചാമത് പറയുന്നത് സമയത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27-ാം വചനം. Now my soul troubled, and what shall I say? Father, save me from this hour. No, for this purpose I have came to this world. പിതാവേ, സമയമായിരിക്കുന്നു. ഗെത്സമൻ തോട്ടത്തില് അതിവേദനയാൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്. 8 വചനങ്ങളുണ്ട് അവിടെ. അതിലൊരു വചനമാണ് Now my soul is troubled. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. And what shall I say? ഞാൻ എന്തു പറയണം? Father, save me from this hour. ഈ സമയത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സമയത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന, ആ വേദനയിൽ യേശു രക്തം ചിന്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോട്ടെ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആറാമത് സമയമായി എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വചനമാണ്. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ്, ശിഷ്യന്മാരുടെ കാലു കഴുകുന്നതിന് മുമ്പ് പറയുകയാൻ പോകുവാനുള്ള സമയമായി. അപ്പൊ സമയമായി. ഈ എർത്തലി ലൈഫ് അവസാനിപ്പിച്ച് പോകുവാനായിട്ടുള്ള സമയമായി. മരണത്തെക്കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാം. ഈ ലോകം വിട്ടുപോവുകയാണ്. ഈ പെസഹ വ്യാഴം കഴിഞ്ഞാല് വെള്ളി ശനി യേശു അടക്കപ്പെടുന്ന മനുഷ്യനായി മാറും. പക്ഷേ ശനിയാഴ്ച അതിരാവിലെ, ഞായറാഴ്ച അതിരാവിലെ യേശു ഉയർത്തെഴുന്നേൽക്കും. അതും ഒരു സമയമാണ്. സമയത്തിൽ എല്ലാ കാര്യങ്ങളും പ്രിയമുള്ളവരെ നടക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എനിക്ക് ആനന്ദം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഉണ്ടാകും. എന്ത് പ്രശ്നമാണെങ്കിലും അവിടുത്തെ ആ ഗെത്സമൻ തോട്ടത്തിലേക്ക്, ആ കുരിശിലേക്ക്, യേശുവിന്റെ ഉയർപ്പിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഏഴാമത് യോഹന്നാന്റെ സുവിശേഷം 16:25. ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. യോഹന്നാന്റെ സുവിശേഷം ദൈവത്തിന് ബലിയർപ്പിക്കുന്ന സമയം. ഓരോ രക്തസാക്ഷികളുടെ ജീവിതവും ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു സമയമല്ലേ? അതെ. റാണി മരിയെ 52 കുത്തി ബസ്സിനകത്തിട്ട് കുത്തി ശരീരം മുഴുവനും മുറിച്ച് ആ ബസ്സിൽ നിന്ന് തള്ളിയിട്ട സമയം. ഒരു രക്തസാക്ഷി ജനിക്കുകയായിരുന്നു. യേശുവിന്റെ ഒരു മകള് സ്വർഗത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് എത്രയോ ആളുകളാണ് ആ വിശുദ്ധയുടെ, ആ റാണി മരിയുടെ കബറിടത്തിലും
ജനിച്ച സ്ഥലത്തും വന്ന് പ്രാർത്ഥിക്കുന്നത് അവർക്കൊക്കെ ധാരാളമായ അനുഭവങ്ങൾ ലഭിക്കുന്നില്ലേ? 7 യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 1-2 വചനങ്ങളാണ്. പിതാവേ, സമയമായിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ എനിക്ക് തന്നവരെയെല്ലാം ഞാൻ സംരക്ഷിച്ചു. പ്രീസ്ലി പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സമയമായിരിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അവസാനം നടക്കുന്നത് യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഏറ്റവും മനോഹരമായ വലിയൊരു പ്രാർത്ഥനയാണ് 17 അധ്യായം. മനോഹരമായ ഗ്രീക്ക് കവിതയാണത്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 14 വചനമാണ് അവസാനമായി സമയമെന്ന് പറയുന്നത്. യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നതാണ് 19 അധ്യായം 14 വചനം. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ ക്രൂശിൽ തറയ്ക്കൂ. അതൊരു സമയമായിരുന്നു. ആ സമയത്തെ യേശുവിനെ കുരിശുമരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. അവർ എന്നത് 3 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 5 അധ്യായം 19 വചനത്തിൽ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് എന്താണ് ചെയ്തത്? ഉണ്ടാകട്ടെ എന്നുള്ള ഒരു വചനത്താല് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അതിൻ്റെ ആ ഗമനത്തെ അതായിരിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. സൃഷ്ടിയാണ്, സംരക്ഷണമാണ്. ഇനി ആ സൃഷ്ടിയും സംരക്ഷണവും ദൈവപുത്രനായ യേശു നടത്തുന്നു എന്നാണ് 5:19 പറയുന്നത്. അവിടെ പുത്രനാണ് അധികാരം നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പുത്രന് പിതാവ് അധികാരം നൽകിയത്? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. 20 വചനം അതാണ്, പുത്രനെ സ്നേഹിക്കുന്നു. അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് യേശു നമ്മളെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യും. ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നു. ഇന്നും ഈശോ പരിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 21 അധ്യായം പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണം. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ. പഴയ നിയമത്തെ നമുക്കറിയാം 3 തിരിച്ചിട്ടുണ്ട്. തോറ, നബീം, കിത്തുബീം. ഏലിയ പ്രവാചകന്റെ ഏലിയായുടെ ജീവിതത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19 അധ്യായത്തിൽ അവിടെ സെറഫോത്തിൽ വന്ന് ഏലി പ്രവാചകൻ വന്ന് താമസിക്കുകയാണ്. വെള്ളമില്ല. അവിടെ വിറക് പറക്കുന്ന ഒരു തള്ളയെ കണ്ടിട്ട് അവളോട് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. തുടർന്ന് അവളോട് പറയും, എനിക്കൊരു അപ്പം ഉണ്ടാക്കി തരുവാൻ. അവൾ ആ അപ്പം ഉണ്ടാക്കി ഈ പ്രവാചകന് കൊടുത്തതിന് ശേഷം അവരുടെ വീട്ടിലെ കുടത്തിലെ എണ്ണ തീർന്നിട്ടില്ല, കലത്തിലെ മാവും തീർന്നിട്ടില്ല. ഈ വിധവയായ സ്ത്രീക്ക് ഒരു മകനുണ്ട്. ആ മകൻ മരിച്ചു. ഈ മരിച്ച മകനെയും എടുത്തുകൊണ്ട് ഏലിയ പ്രവാചകൻ മുകളിലേക്ക് ചെന്ന് ഈ ശവശരീരത്തിന്റെ മുകളില് കമിഴ്ന്ന് കിടന്നിട്ട് പ്രാർത്ഥിക്കുക, എനിക്ക് വെള്ളം തന്ന, എനിക്ക് അപ്പം തന്ന ഈ വ്യക്തിയെ ജീവിപ്പിക്കണം. അപ്പൊ ജീവൻ നൽകുന്നത് ദൈവമാണ്. ആ ജീവന് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ലാസറിന്റെ ജീവിതത്തിൽ കാണുന്നത്. ലാസർ മരിച്ച് 3 ദിവസം കഴിഞ്ഞു. ആ കബറിടത്തിലേക്ക് ചെന്നിട്ട് യേശുവിന്റെ കണ്ണുകൾ മുകളിലേക്ക് നോക്കി അവിടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. കണ്ണുകൾ ഉയർത്തി അവിടെ നിന്ന് വിളിക്കുകയാണ്, ലാസറേ, നീ പുറത്തു വരിക. ലാസർ മരിച്ചു കിടക്കുന്ന ലാസർ പുറത്തു. ജീവൻ നൽകുന്നത് പിതാവാണെങ്കിൽ ലാസറിന്റെ കാര്യത്തിൽ ജീവൻ നൽകുന്നത് യേശുവാണ്. ഇന്നും യേശു ജീവൻ നൽകുന്നതാണ്.
എത്രയോ രോഗികളെ മരിച്ചു എന്ന് വിധിയെഴുതുന്ന രോഗികളൊക്കെ സൗഖ്യപ്പെട്ടു പോകുന്നത് പ്രിയമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ വചനം, ഇരുതല വാളായ വചനം കടന്നു ചെന്ന് സൗഖ്യം നൽകി. എലിപ്പനി പിടിച്ച് മാത്യു എന്ന് പറയുന്ന സഹോദരൻ ലിസി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ആ അവസരത്തെ ആ മകനോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു വചനമുണ്ട്, വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം. ലോർഡ് ഹീൽ മീ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും. അങ്ങയിലാണ് എന്റെ പ്രത്യാശ. ജെറമ്യാ പ്രവാചകന്റെ ഈ വചനം 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ മാത്യു ചേട്ടൻ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. ഈ അടുത്ത നാളുകളില് ഒരു മനുഷ്യന് വായിൽ ക്യാൻസർ വന്ന് വളരെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സങ്കീർത്തനം 6 എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പലരോടും പറയും, ഈ സങ്കീർത്തനം നിങ്ങൾ ചെല്ല്. സങ്കീർത്തനം 6 ഇതാണ്: കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, എത്ര നാൾ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണമേ. ആ ജീവൻ രക്ഷിക്കുന്ന ദൈവപുത്രനെ കുറിച്ചാണ് പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവൻ നൽകുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. I emphatically, powerfully, Jesus Christ says to us, truly, truly, I say to you, amen, amen, I say to you. ദൈവം പറയുകയാണ്, നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ നൽകുകയാണ്, ജീവൻ സംരക്ഷിക്കുകയാണ്. 22-ാം വചനം പറയുകയാണ്, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ സമ്മറി എന്ന് പറയുന്നത് 11-ാം അധ്യായത്തില്, ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ചവൻ. അവൻ ചതഞ്ഞ ഞാങ്കണ ഓടിക്കുകയില്ല, കെടാറായ തിരികെടുത്തുകയില്ല. ഇതാണ് ദൈവത്തിന്റെ നീതി. ചതഞ്ഞതിനെ രക്ഷിക്കുന്നതാണ്, ജീവൻ പോകാൻ പോകുന്നതിന് ജീവൻ കൊടുക്കുന്നതാണ്. അതാണ് ദൈവത്തിന്റെ നീതി. ചതഞ്ഞ ഞാങ്കണ നമ്മൾ വെട്ടിക്കളയും, എന്നാൽ യേശു വെട്ടിക്കളയുകയല്ല, അതിനെ പിടിച്ചുയർത്തും, രക്ഷിക്കും. ആ രക്ഷിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാ നിങ്ങളെല്ലാവരും വചനം കേൾക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തില് 5-ാം അധ്യായത്തില് 2ാമത് പറയുകയാണ്, സത്യം സത്യമായി, ആമേൻ ആമേൻ ഐ സേ ടു യു. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്റെ വചനം കേൾക്കണം. അപ്പൊ യേശുവിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനമാണ് ബൈബിള് എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ വചനം, പഴയ നിയമത്തെയും പുതിയ നിയമത്തിലുമുള്ള വചനങ്ങള് നമ്മുടെ ഹൃദയമാകുന്ന ആ താലത്തിൽ എപ്പോഴും കത്തി ജ്വലിക്കണം. ആ താലത്തില് വചനമാകുന്ന എണ്ണ ഒഴിച്ച് അഗ്നി കൊളുത്തി ആ വചനം ചൂട് പകർന്ന് എല്ലാവരെയും രക്ഷിക്കും. അപ്പൊ വചനം കേൾക്കുന്നവന് നിത്യജീവനുണ്ട്. അവന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ളതല്ല. അവന് ഫിസിക്കലായിട്ട് ശാരീരികമായ ഒരു ജീവൻ ഇവിടെയുണ്ട്, അതുപോലെ ആത്മാവിന് ഒരു ജീവനുണ്ട്. ആ ആത്മാവാണ്, നിത്യജീവനാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കുമ്പസാരം എന്ന കൂദാശയിലൂടെയും മറ്റ് പ്രാർത്ഥനകളിലൂടെയും ശുശ്രൂഷകളിലൂടെയും ആ ജീവൻ കത്തിജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശുദ്ധന്മാരെല്ലാം ആ ജീവൻ കത്തിജ്വലിപ്പിച്ചവരാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പോലെ 2ാം ക്രിസ്തു എന്ന പേര് ലഭിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ആ നിത്യജീവൻ പ്രാപിച്ച വലിയൊരു വിശുദ്ധനാണ്. മറ്റെല്ലാ വിശുദ്ധന്മാരും ഇതുപോലെ നിത്യജീവൻ അവകാശമായ ആ നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. 3ാമത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത് 25-ാം വചനത്തിലാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട്, ദൈവപുത്രന്റെ സ്വരം കേൾക്കുക.
ദൈവപുത്രനായ മിശിഹ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് കത്തിയാറുന്ന, കത്തിപ്പടരുന്ന, കത്തിത്തീരാത്ത വചനം നൽകി. ആ വചനം കൊണ്ട് മാത്രമല്ല യേശു വചനം നടത്തിയത്, തൻ്റെ അരികിലേക്ക് വന്ന എല്ലാവർക്കും ജീവൻ നൽകി, സൗഖ്യം നൽകി. ആ സൗഖ്യത്തിലൂടെ വീണ്ടും ആത്മാവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കുകയാണ്. വിശുദ്ധ കൊച്ചുതെരേസ്യ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കും. അപ്പൊ ഈ ലോക ജീവിതത്തിന് ശേഷം വീണ്ടും സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ വർഷിക്കുന്ന ജീവനുള്ള ആത്മാവായി തീരുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കൊച്ചു സംഭവം പറഞ്ഞുകൊണ്ട്. ഒരിക്കല് വളരെ ശക്തമായ രോഗം ബാധിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യന്റെ കവിളില് ക്യാൻസർ ആണ്, ഇവിടെ ഓട്ടയുണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് പറയുകയാ, എനിക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിക്കണം. ഞാൻ കഴിക്കുന്ന പാത്രത്തില് കഞ്ഞിയിട്ടു, കുറച്ച് ചെറുപയറും ചെറിയ ചമ്മന്തിയും എല്ലാം വെച്ച് ഞാൻ എന്നും കുടിക്കുന്ന പാത്രത്തിൽ ചന്ദ്രന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഹിന്ദുവാണ്. വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് മരിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന്, ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപത്തിൽ നിന്ന് അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ച് സമാധാനമായി ചന്ദ്രൻ മുറിയിലേക്ക് പോയി. ഇവിടെ മുഴുവനും നീരും ഓട്ടയും വന്നിട്ടുണ്ട്. ഒരു തോർത്തുമുണ്ട് വെച്ച് കെട്ടിയിട്ടുണ്ട്. അന്നു രാത്രിയില് ഈ ചന്ദ്രന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. ചന്ദ്രന്റെ ക്യാൻസർ ആ രാത്രി മുഴുവനും ദൈവം തണുത്ത കാറ്റടിച്ച് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചതുപോലെ കിടന്നിരുന്ന ഈ കവിളിലുള്ള മുറിയ മുറിവ് ദൈവത്തിന്റെ വചനമാകുന്ന കുളിത്തെന്നൽ കടന്നു ചെന്ന്, ഇരുതല വാളായ വചനം കടന്നു ചെന്ന് ഹിന്ദുവായ ആ ചന്ദ്രനെ സുഖപ്പെടുത്തി. എന്നെങ്കിലും ചന്ദ്രന്റെ സാക്ഷ്യം ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ചന്ദ്രനെ സുഖപ്പെടുത്തിയ ആ യേശുനാഥൻ ബേത്സയിദ കുളക്കരയിൽ 38 വർഷമായി കിടക്കുന്ന രോഗിയെ സൗഖ്യപ്പെടുത്തിയ യേശുനാഥൻ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് സൗഖ്യം തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവേ, അങ്ങയെ എതിർക്കുന്ന ജനത്തോടും സഹകരിക്കുന്ന ജനത്തോടും അരുളി ചെയ്തല്ലോ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം അങ്ങ് ചെയ്യുന്നു. മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന അങ്ങാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ മാസം 5-ാം തീയതി, മെയ് 5-ാം തീയതി ഞായറാഴ്ച പള്ളിയിൽ വായിക്കുന്ന ഈ വചനം ഈ മക്കളുടെ എല്ലാം ഹൃദയത്തിൽ രൂഢാമൂലമാകട്ടെ. ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമാണല്ലോ. എളിമ നിറഞ്ഞ ഹൃദയത്തോടെ ഈ വചനം സ്വീകരിക്കുവാനും യേശുവിൻ്റെ മക്കളായി ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ വചനം, ഈ പ്രഘോഷണം നിങ്ങൾക്കറിയാവുന്ന പുരോഹിതർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഞായറാഴ്ച പ്രസംഗത്തിന് അവർക്ക് ഉപകരിക്കും. നിങ്ങൾക്കറിയാവുന്ന സിസ്റ്റേഴ്സിന് കൊടുക്കണം. എല്ലാവരും ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനം പങ്കുവെക്കണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സമൃദ്ധമായ കരുണ നിങ്ങളിൽ ചൊരിയട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദിയും പ്രാർത്ഥനയും.